ആണോ? അപ്പം എന്നാൽ ഇന്നത്തെ യാത്ര തുടങ്ങാം. ഇനി ഞങ്ങൾ പോകുന്നത് ബസ്സിലും ട്രെയിനിലും ഒന്നുമല്ല, ബോട്ടിലാണ്. ഒരു വലിയ ബോട്ടിൽ പോകുന്നത് വിറ്റ്സ്നൗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ കയറിയ പാടെ അവിടെ ഒരു ഹെൽപ്പിനൊരു ആളുണ്ട്. അയാൾ പറഞ്ഞു തന്നു നമ്മളോട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെക്കൻഡ് ക്ലാസ് ആണ്, മുകളിലാണ് ഫസ്റ്റ് ക്ലാസ്. അപ്പം നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ ഫുള്ളായിരുന്നു ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. ലെഫ്റ്റ് സൈഡിൽ പോയപ്പം അവിടെ കുറേ കാലി സീറ്റുണ്ട്. പക്ഷേ അവിടെ ഇരുന്നാൽ എന്താ വെച്ചാൽ ഫുൾ ചുറ്റും ആളുകളാവൂലേ. അതുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് വന്നു. വെളിയിൽ അടിപൊളി സീറ്റായിരുന്നു. പക്ഷെ കുറച്ച് നല്ല തണുപ്പുണ്ട്. പക്ഷെ എന്നാലും സാരില്ല, അവിടെ ഇരുന്നത് മുതലായി. കാരണം ബോട്ട് എടുത്തപ്പം മുതൽ നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് എന്ത് ഈ ലുസാൻ ബാക്കിൽ കണ്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു എടുത്തപ്പം തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ആണ് അറിഞ്ഞത് ബോട്ടിൻ്റെ അകത്ത് കഫേ ഉണ്ടെന്ന്. പോയി ഒരു ചെറിയ പാക്കറ്റ് ചിപ്സും വാങ്ങിച്ച് കോഫിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കുടിച്ച് ആസ്വദിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു അടിപൊളി വ്യൂ കണ്ടു. അതാണ് മൗണ്ട് പിലാത്തസ്. ഈ മൗണ്ട് പിലാത്തസ് 6900 മൗണ്ട് റിജിനെക്കാട്ടിലും ഉയരത്തിലുള്ള മൗണ്ടനാണ്. അത്രയും ഹൈറ്റുള്ള മൗണ്ടനാണ് ശരിക്കും. ഈ മൗണ്ട് പിലാത്തസ് എന്ന് പേര് വരാൻ കാര്യം ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫിക്കേഷന് വിധിച്ച പീലാത്തോസിൻ്റെ ആത്മാവ് അവിടെ ഒരു തടാകത്തിൽ വിശ്രമിക്കുന്നെന്നാണ് പണ്ട് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ മൗണ്ട് പിലാത്തസ് എന്ന് വിളിക്കുന്നത്. ഇനി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കും പോകണം. അവിടേക്ക് പോകാനും ശരിക്കും പറഞ്ഞാൽ ഒരു പിലാത്തസ് റെയിൽവേ ഉണ്ട്. അത് വേൾഡിലെ തന്നെ സ്റ്റീപ്പസ്റ്റ് കോക്ക് വീൽ റെയിൽവേ ആണ്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് മൗണ്ട് റിജിയിലേക്കാണ്. മൗണ്ട് റിജിയുടെ മുകളിൽ കയറി പനോറമിക് വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണിപ്പം. ഇവിടെ നിന്നാണ് നമ്മൾ റിജി മൗണ്ടനിലേക്കുള്ള ട്രെയിൻ പിടിക്കേണ്ടത്. ഇപ്പോൾ കാണുന്ന ഈ റെയിൽവേ ആണ് ലോകത്തിലെ ദ വെരി ഫസ്റ്റ് കോക്ക് വീൽ റെയിൽവേ, മൗണ്ടൻ റെയിൽവേ. വെരി ഫസ്റ്റ് മൗണ്ടൻ റെയിൽവേ ആണ് ഈ കാണുന്നത്. അതിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മളും ആ റെയിൽവേ യൂസ് ചെയ്യുകയാണ്. ലോകത്തിലെ വെരി ഫസ്റ്റ് കോക്ക് വീൽ റെയിൽവേ നമ്മളും കയറി. പിന്നെ ഈ മൗണ്ടൻ ജേർണി സ്വിറ്റ്സർലാൻഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൗണ്ടൻ ജേർണിയാണ്. കാരണം സൈഡിൽ ഫുള്ള് ലേക്ക്, പിന്നെ കുറച്ചും കൂടെ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സൈഡിൽ ഫുൾ ഇതുപോലെ സ്നോ മൗണ്ടൻസ് ആവും. പിന്നെ മുകളിലേക്ക് പോകും തോറും നിലമൊക്കെ ഇങ്ങനെ ഈ പച്ചപ്പുല്ല്, ഈ മെഡോസ് മാറിയിട്ട് അവിടെ ഫുള്ള് സ്നോ ആവും. അങ്ങനെ സ്നോ കൂടി വരും. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയാൽ നമ്മൾ റിജിയുടെ ടോപ്പിലെന്ന് പറഞ്ഞാൽ 5899 അടി മുകളിലാണ് നമ്മളിപ്പോൾ. അവിടെ ഫുള്ള് സ്നോ ആണ്. കാരണം ടെമ്പറേച്ചർ കുറവാണ്. ഓഫ് കോഴ്സ് ഹൈറ്റ് അത്രയും കൂടുതലാണ്. ഭയങ്കര കാറ്റും കുറച്ച് ടഫാണ്. നമ്മൾ പ്രോപ്പർലി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളത്ര പ്രോപ്പർലി അല്ലായിരുന്നു നമ്മുടെ ഡ്രസ്സിങ്. കണ്ടോ, നീല ഗ്ലൗസ് പോലും എടുത്തില്ല. അതുവരെ മറന്നുപോയി. കാരണം നമ്മൾ ചിന്തിച്ചില്ല അതിൻ്റെ മുകളിൽ അത്ര ഒരു തണുപ്പായിരിക്കുന്നോ. എന്തുകൊണ്ടോ നമ്മളത് വിട്ടുപോയി. ഞാനും ബാലും സ്നോ ബൂട്ട്സ് അല്ല ഇട്ടത്. നീല് മാത്രം ഭാഗ്യം കൊണ്ട് വിൻ്റർ ബൂട്ട്സാണ് ഇട്ടത്. അതുകൊണ്ട് കാലവൻ്റെ തണുക്കുന്നില്ല. പിന്നെ അവനതൊരു വിഷയമേ അല്ല. അവനോട് ഞാൻ കുറേ തവണ പറയുന്നുണ്ട്, മോനെ ചില ഭാഗത്ത് ഐസ് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്ന വീഴുമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 5-6 തവണ ടോട്ടലി വീണിട്ടുണ്ട്. പിന്നെ വീണാലും അവിടെ കിടന്നിങ്ങനെ കളിക്കും. എന്നിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് പാൻറ്റ് നനഞ്ഞാൽ കാറ്റും കൂടെ അടിക്കുമ്പോൾ നിൻ്റെ കിള്ള വിറയ്ക്കും. പക്ഷെ അതൊന്നും ആശാനൊരു വിഷയമല്ല. എന്നിട്ട് അവനോട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് താഴേക്ക് എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എല്ലാവരും ഇവിടെ കളിക്കും അമ്മ, എല്ലാവരും കളിക്കാനാണ് വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അതിലും വലിയ കളിയാണ് അവിടെ ആൾക്കാർ കളിക്കുന്നത്. പിള്ളേരെ നിലത്തിൽ കൂടെ വലിക്കുക. അതും കൂടെ കണ്ടപ്പോൾ ബാൽ പറഞ്ഞു, സാരില്ല, നമുക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് തന്നെ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരു ഗ്ലൗസ് വാങ്ങിക്കാം അവന് എന്ന്. അപ്പോഴത്തേക്കും പോയപ്പോൾ കിട്ടി നമുക്ക്. അവൻ്റെ ഭാഗ്യം കൊണ്ട് ഒരൊറ്റ എണ്ണം മിച്ചുണ്ടായിരുന്നു. ഒരൊറ്റ എണ്ണം അത് വാങ്ങിച്ചു. കുറച്ച് പിങ്കൊക്കെ ഉണ്ട്. ആശാൻ അത്ര താല്പര്യമില്ലായിരുന്നു ആ പിങ്കുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിച്ച് വാങ്ങിച്ചു.
പക്ഷേ അത് വാങ്ങിച്ചത് നന്നായി. കാരണം കുറച്ച് പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം നിന്ന് കഴിയുമ്പം നമുക്ക് അതിൻ്റെ ആ ടോട്ടൽ ആ കാണുന്ന ഭംഗി ഒരു ഭയങ്കര ഭംഗിയാണ്. ചുറ്റും ഫുള്ള് താഴെ ഫുള്ളിങ്ങനെ സ്നോ മൗണ്ടൻസ്, പിന്നെ നല്ല ബ്രൈറ്റ് സ്കൈ, പിന്നെ ഫുള്ള് നിലത്തും ഫുള്ള് വൈറ്റ്. അത് കാണാൻ തന്നെ ഒരു വല്ലാത്ത ഭംഗിയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ മറന്നു പോകും അവിടെ അത്രയും കാറ്റുണ്ടെന്നും ഭയങ്കര തണുപ്പാണെന്നും അതൊക്കെ മറന്നു പോകും. പിന്നെ നമ്മളിത് മറന്നു പോകുമെങ്കിൽ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. ആരൊക്കെയോ അവിടെ കുറേ പേര് വീണിട്ട് അവിടെ ബ്ലഡൊക്കെ ഇങ്ങനെ ചുണ്ടൊക്കെ പൊട്ടി ബ്ലഡൊക്കെ നിലത്ത് സ്നോയിലുണ്ടായിരുന്നു. പക്ഷേ ആരും അതൊന്നും മൈൻഡാക്കുന്നില്ല. ചെറിയ ചെറിയ മുറിവുകളൊന്നും ആരും മൈൻഡാക്കുന്നില്ല. എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് മുകളിൽ വരെ വരുന്നതല്ലേ, എല്ലാവരും അവിടെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും അതെ, നമ്മളും നടന്ന് നമ്മൾ ആദ്യം വിചാരിച്ചു കയറണ്ട, നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു പോവാം. പിന്നെ നമ്മളോർത്ത് മെല്ലനെ നടക്കാം. കാരണം ഈ സ്നോ ബൂട്ട്സ് അല്ലാത്തപ്പം നല്ലോണം സ്ലിപ്പറി ആയിരിക്കും അവിടെ ചില സ്ഥലങ്ങൾ. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണേലും വിചാരിച്ച് നീല് സമ്മതിക്കുന്നില്ല കയറാതെ പോകാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളും കയറുകയാണ് മുകളിലേക്ക്. ഒരു 100 മീറ്ററോ ഒരു 150 മീറ്റർ അത്രയും മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. അപ്പോൾ നമുക്ക് അതർ സൈഡിൽ നമുക്ക് ലേക്കൊക്കെ കാണാൻ പറ്റും. കാരണം ഇത് 3 ലേക്ക് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അവിടെ എനിക്ക് തോന്നുന്നേ ലേക്ക് ഏതൊക്കെ ലേക്കായിരുന്നു, ലേക്ക് ലുസേണും ലേക്ക് ജുഗും ലേക്ക് ലൂറസ് എന്ന് പറഞ്ഞ തടാകവും. ഈ 3 തടാകങ്ങളാൽ ചുറ്റപ്പെട്ടാണ്. ആ 3 ഇതിൻ്റെ താഴെയാണുള്ളത്. അത് ശരിക്കും ഇത് സ്വിസ് ആൽപ്സിൻ്റെ ഭാഗമല്ല. ഈ റിജി ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പർവ്വതമാണ്. അതിൻ്റെ താഴെവശം 3 തടാകങ്ങളായതുകൊണ്ട് ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പർവ്വതമാണ്. അതുകൊണ്ട് പക്ഷേ ഇത് നോക്ക് എന്തൊരു ഭംഗിയാണെന്നറിയാം. ഇതിൻ്റെ മുകളിൽ ശരിക്കും പറയുന്നത് സത്യം തന്നെയാണ് ഈ ഗൂഗിളിലൊക്കെ എഴുതിയേക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ ഒരു അടിപൊളി വ്യൂ ആണ് അതിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബാലു പറയുന്നത്, നമ്മളൊക്കെ വിചാരിക്കില്ല നമ്മൾ ഭയങ്കര അഡ്വഞ്ചറസ് ആൾക്കാരാണ് ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ. അപ്പോഴാണ് നമുക്ക് വെച്ചാൽ നമ്മളൊക്കെ വെറും അശുക്കൾ നോക്ക്. അവർ എന്താണ് അത്ര സ്റ്റീപ്പായിട്ടുള്ള അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ, അതും കുറേ പേര് ഗ്രൂപ്പായിട്ട് പോലും അല്ല, ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ. കാരണം ഇവരൊക്കെ ജനിക്കുമ്പോൾ മുതലേ ചെറുപ്പത്തിലേ ഇതൊക്കെ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയൂലേ മോളീന്ന്, എൻ്റെയൊക്കെ നാട്ടിലാണെങ്കിൽ ആറൊക്കെ ഉള്ള നാടാണ്. അപ്പോൾ നല്ല ഹൈറ്റിൽ നിന്നൊക്കെ മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ പുഴയിലേക്കൊക്കെ ചാടുമായിരുന്നു പണ്ട്. ഇപ്പം പറ്റുമോയെന്നറിയില്ല കേട്ടോ, ഇപ്പം പേടിയായിരിക്കും. പക്ഷേ അന്നൊക്കെ അതൊക്കെ ഡെയിലി ചെയ്തുകൊണ്ട് നമുക്കതൊന്നും ഒരു വലിയ സംഭവമായിട്ട് തോന്നൂലല്ലോ. ഇവർക്കും അങ്ങനെയായിരിക്കും. എന്താണെങ്കിലും നമ്മൾ കുറച്ച് നേരം നിന്നു. നീല് ഫുള്ള് വായൊക്കെ തുറന്ന് പിടിച്ച് കാറ്റടിക്കുന്നത് ഫുള്ള് ആസ്വദിക്കുന്നുണ്ട്. ബാല് പിന്നെ ആസ് യൂഷ്വൽ ബാലിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഫോട്ടോഗ്രാഫി. ഞാൻ കുറച്ച് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ബാല് പറഞ്ഞ് തെന്നി വീഴും. ഞാൻ പറഞ്ഞ ഇല്ലില്ല എന്നെ നോക്കുക ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കുറച്ച് പട്ടി ഷോ കാണിക്കുന്നുണ്ട്. എന്താ പക്ഷെ വീണു കേട്ടോ, ഒരു തവണ വീണു, പട്ടി ഷോ കാണിച്ചു. പക്ഷെ അത് ക്യാമറ കിട്ടിയില്ല. വീണിടത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്ന ഇതാണ്. വീണിട്ട് പിന്നെ ചമ്മൽ മാറ്റാൻ വേണ്ടി അവിടുന്ന് സ്ലിപ്പായിട്ട് തന്നെത്താനെ വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നീല് ബാലിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പായ്ക്ക്. ചലഞ്ചിൽ ബാൽ വീണു. അവസാനം ബാലും ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ 5899 അടി മുകളിൽ നിന്ന് റിജി മൗണ്ടൻ്റെ ടോപ്പിൽ കയറി എല്ലാം കണ്ടാസ്വദിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പം ട്രെയിനുണ്ട്, ഇപ്പം തന്നെ ട്രെയിനുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി ഇനി തിരിച്ച് താഴേക്ക് എത്തിയിട്ട് അവിടുന്ന് ബോട്ടെടുത്ത് ലുസേണിലെത്തി. ലുസേണിൽ നിന്ന് തിരിച്ച് ജനീവ. അപ്പോൾ നോക്കുമ്പോഴാണ് നമുക്ക് ബോണസ് എന്ന് പറയുന്ന പോലെ, നമുക്കല്ല നീലിന് എസ്പെഷ്യലി അവിടെ കുറേ ആളുകൾ ബണ്ണിയായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓടി താഴെ എത്തിയപ്പം എനിക്ക് തോന്നുന്നത് അവർ ഈ റിജി മൗണ്ടൻ്റെ റെയിൽവേ എന്തോ പരിപാടിയാണ്, അവരുടെ എന്തോ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ നീലിന് ഭയങ്കര സന്തോഷമായി. കാരണം അവർ ഭയങ്കര കൈൻഡായിരുന്നു. അവരെല്ലാവരെയും അവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത്. നീലിനാണെങ്കിൽ ചെറിയൊരു റുബിക്സ് ക്യൂബൊക്കെ കിട്ടി. പിന്നെ അവർ ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ വീഡിയോയ്ക്ക് അവർ ബായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ബായ് ഫ്രം റിജി.